ജൂൺ 19 ഇന്നലെ ഇവിടെ ഒരു ഹോളിഡേ ആയിരുന്നു കേട്ടോ. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുകയാണ്. അപ്പൊ ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ? ഇന്നലെ ഇവിടെ കോർപ്പസ് ക്രിസ്റ്റി ഫീസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് പരിശുദ്ധ കുർബാനയുടെ തിരുനാളായിരുന്നു. ജർമ്മനിയിൽ ഫ്രോൺലൈഷ്നാം എന്നാണ് ഇതിന് പറയുന്നത്. പെന്തക്കുസ്തയ്ക്ക് ശേഷമുള്ള തേഴ്സ്ഡേ ആണ് ഈ ഒരു ഫീസ്റ്റ് ആഘോഷിക്കുന്നത്. വ്യാഴാഴ്ച തിരഞ്ഞെടുക്കാനുള്ള കാരണം പെസഹ നമ്മൾ ആചരിക്കുന്നത് തേഴ്സ്ഡേ ആണല്ലോ. അങ്ങനെ നമ്മൾ 3 ടിക്കറ്റ് വാങ്ങിച്ചു. നേരെ നമ്മൾ ഷിപ്പിലേക്കാണ് പോകുന്നത്. ഒരു ടിക്കറ്റിന്റെ പ്രൈസ് 12 യൂറോ ആണ് കേട്ടോ. മെയിൻ ആയിട്ടും ഈ ഒരു ഫീസ്റ്റ് ആഘോഷിക്കുന്നത് ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലാണ്. ജർമ്മനിയിലെ ബവേരിയ, ബാഡൻ ബുട്ടൻബർഗ്, ഹെസ്സെ, എൻആർവെ സ്റ്റേറ്റിലൊക്കെ ഈ ദിവസം അവധിയാണ്. ഇതിനു മുന്നേ 2022 ജൂണിലായിരുന്നു കോർപ്പസ് ക്രിസ്റ്റിക്ക് ഞാൻ പോയത് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ പോയത് വേറൊരു ഫ്രണ്ടിന്റെ കൂടെയായിരുന്നു. ഇത്തവണ എന്റെ കൂടെ വേറെ 2 ഫ്രണ്ട്സ് ആണുള്ളത്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ നടക്കണേന്നല്ലേ, ഈ കുട്ടി എന്താണ് അങ്ങോട്ട് നോക്കാത്തേന്നല്ലേ? അതിന്റെ കാരണം വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അതിനൊരു റീസൺ ഉണ്ട്. ആ ടൈം ആകുമ്പോൾ ഞാൻ എൻ്റെ വ്ളോഗിൽ ആ റീസൺ പറയുന്നതായിരിക്കുവേ. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളും വിചാരിച്ചു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന്. എന്തായാലും നമ്മൾ 12 യൂറോ ഒക്കെ കൊടുത്ത് കയറിയതല്ലേ. അപ്പം നല്ല രസമുള്ളൊരു വ്യൂ ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ എൻജോയ് ചെയ്തു. നല്ലൊരു ടൈമായിരുന്നു. പിന്നെ ഏകദേശം ഒരു 12:30 1 മണിയായി. നമുക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഇപ്പൊ എന്റെ ബാഗിലുണ്ടായിരുന്നതും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മക്രോണി മിഠായിരുന്നു. നമ്മൾ അതൊക്കെ കഴിച്ച് തൽക്കാലത്തേക്ക് നമ്മുടെ വിശപ്പ് നടക്കി. പല രാജ്യങ്ങളിൽ നിന്നുള്ള വൈദികർ സഹകാർമ്മികരായിരുന്ന ആഘോഷകരമായ കുർബാനയ്ക്ക് ശേഷം നാട്ടിലെ നമ്മുടെ ഒരു പെരുന്നാൾ ഫീൽ അല്ലെങ്കിലും ഏതാണ്ട് അതേപോലെ ഒരു ഫീല് തരുന്ന പ്രദക്ഷിണമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പതുക്കെ പുറത്തേക്ക് പോവാണ്. നമ്മുടെ ഇംഗ്ലീഷ് ഗമായിന്റെ ടീം എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിചയമുള്ള എല്ലാവരും നമുക്ക് അന്നേ ദിവസം കാണാൻ സാധിച്ചു. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പൊ നമ്മൾ കൊളോണിലുള്ള ഗിൻഡി റെസ്റ്റോറന്റിലാണ് പോയത്. ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലേസ് ചൂസ് ചെയ്തത്. ഇതിനു മുന്നേ നമ്മൾ 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവുമല്ലോ. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു മൈതാനത്ത് പോയി ഇങ്ങനെ വെറുതെ ഇരുന്നു. എല്ലാവരും സമ്മറൊക്കെ ആയതുകൊണ്ട് പുറത്തിങ്ങനെ കുറച്ച് ചൂടൊക്കെ കൊള്ളാൻ വന്നിരിക്കുവാണ്. അപ്പൊ അവധി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അപ്പൊ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.